89.6 FM Sargakshetra SK Junction. ഗുഡ് മോർണിംഗ്. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത്. അന്ന, നമ്മുടെ കേരളം ലഹരി വിമുക്ത കേരളം എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ ആക്ച്വലി നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. പക്ഷേ വിമുക്ത എന്നുള്ള വേർഡ് ഇപ്പോൾ പല സമയങ്ങളിലും നമ്മൾ കാണുന്നില്ല. ലഹരി കേരളം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണങ്ങളും അതുപോലെ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് വിമുക്തി എന്നുള്ള വാക്കിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ അറിയും, കേൾക്കും. സോ നമുക്ക് ഇന്ന് SK ജംഗ്ഷനിൽ ലഹരി വിമുക്ത കേരളം എങ്ങനെയാക്കാം എന്നുള്ള കുറേയധികം ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് രണ്ട് എക്സ്പേർട്സ് തന്നെ നമ്മോടൊപ്പം SK ജംഗ്ഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാം നാർക്കോട്ടിക് സെല്ലിലെ സബ് ഇൻസ്പെക്ടർ മാത്യു പോൾ സർ. ഹായ് സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ നാർക്കോട്ടിക് സെല്ലിലെ സിവിൽ പോലീസ് ഓഫീസർ അമ്പിളി മാം. മാം നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ 3 പേരും ഇന്ന് SK ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നത് ലഹരി വിമുക്ത കേരളം ആക്കി തീർക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പല ദിവസങ്ങളിലായിട്ട് നമ്മൾ എല്ലാ ദിവസവും കണ്ണു തുറന്ന് എണീക്കുന്നത് തന്നെ ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പെടുത്തുന്ന വിഷമപ്പെടുത്തുന്ന കുറേയധികം ന്യൂസുകൾ കണ്ടിട്ടാണ്. സോ അതിൽ നിന്നുള്ളൊരു മോചനം നമുക്ക് എന്തായാലും ഓഫ് കോഴ്സ് വേണം. ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അതായത് ലഹരിക്ക് അടിമയായിട്ടുള്ളൊരു ചെറിയ കുട്ടിയായിരുന്നു. ആൻഡ് ആ സമയത്ത് ഒരു ചെറിയ ബീഡിയിൽ നിന്നാണ് ആ കുട്ടി തുടങ്ങിയത്. പിന്നെ ഇത് കഞ്ചാവായി മാറി, പിന്നെ അങ്ങനെ ഹൈ ലെവലിലേക്ക് അത് ഉയർന്നു. പിന്നീട് ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഈ ഒരു ലഹരി ഉപയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ആരെയും തിരിച്ചറിയാനായിട്ട് പറ്റില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമ്മയാണോ അച്ഛനാണോ പെങ്ങളാണോ എന്നുള്ളതൊന്നും തിരിച്ചറിയാനായിട്ട് പറ്റില്ല. ആദ്യം തന്നെ കുട്ടി ഉപദ്രവിക്കാനായിട്ട് ചെന്നത് അദ്ദേഹത്തിന്റെ ഉപ്പയാണെന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത് ന്യൂസിൽ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞായിരുന്നു. ആൻഡ് അവസാനം ഡി അഡിക്ഷനിലൂടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലൂടെയാണ് ഇപ്പോൾ ആ കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ന്യൂസിലൂടെ കണ്ടിരുന്നു. സോ നമ്മളെല്ലാവരും എല്ലാ കുട്ടികൾക്കും ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് ആണ്. ഇന്നത്തെ SK ജംഗ്ഷന് അതെല്ലാവരെയും ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് കൂടി നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ ഈ ഒരു കാലത്ത് വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഒരു കുട്ടി ആണെങ്കിലും രാവിലെ ഒന്ന് അന്വേഷിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ ആ കുട്ടിക്ക് ആവശ്യമുള്ള ഡ്രഗ് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ലഹരി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ലഹരിയുടെ വിപണിയോ കാണുകയാണെങ്കിൽ പോലീസിനെ നമുക്ക് എങ്ങനെ ഇൻഫോം ചെയ്യാനായിട്ട് സാധിക്കും? അവരുടെ ഒരു നല്ല ഭാവിയെ കണ്ടുകൊണ്ട് മാത്രം കേട്ടോ. സോ എങ്ങനെ നമുക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് അറിയിക്കാനായിട്ട് സാധിക്കും? വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ ചോദ്യം നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന യഥാർത്ഥത്തിൽ ഈ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിംഗുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും 1090 എന്ന് പറഞ്ഞ ഒരു നമ്പറുണ്ട്. ഓക്കെ, ടോൾ ഫ്രീ ആണ്. അത് കൃത്യമായി ആക്ഷൻ എടുക്കുന്നതാണ്. എന്നാൽ അതല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ യോദ്ധാവ് എന്ന് പറയുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ നമ്പർ 99599666 എന്നാണ്. ഇപ്പം മാത്യു സാർ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്പറിലേക്ക് 24 മണിക്കൂറും വിവരങ്ങൾ നമുക്ക് നൽകാം. യോദ്ധാവിന്റെ നമ്പറിലേക്ക് ശബ്ദ സന്ദേശമോ ടെക്സ്റ്റ് മെസ്സേജോ വീഡിയോ വഴി മാത്രമേ വിവരങ്ങൾ നൽകാവുള്ളൂ. ചിലപ്പം വിളിച്ചാൽ കോൾ കിട്ടില്ല. നമ്മൾ മെസ്സേജ് ആയിട്ട് എപ്പോഴും നമുക്ക് ഈ നമ്പർ ഉപയോഗിക്കുന്നതാണ്. ഇത് ഏത് സമയത്തും 24 മണിക്കൂറും നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും ലഹരിയുടെ ഉപയോഗം എവിടെയും കാണുകയോ കേൾക്കുകയോ ചെയ്താൽ ഈ നമ്പറിലേക്ക് നമുക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. എന്ന് മാത്രവുമല്ല, ഏത് ഫോണിൽ നിന്നാണ് വിളിക്കുന്നതെന്നുള്ളത് അത് ഹൈഡ് ചെയ്യും, അവർക്ക് കാണാൻ കഴിയില്ല. അത്രമേൽ സുരക്ഷിതമാണ്. അതാണ് ഏറ്റവും വലിയ. അപ്പം മറ്റുള്ള പബ്ലിക്കിന് എപ്പോഴും ഒരു തോന്നലുണ്ടാകുന്നത്, ഞങ്ങൾ എന്തെങ്കിലും കാര്യം പോലീസിനോ എക്സൈസിനോ ഇൻഫോം ചെയ്താൽ അത് അവർക്ക് പിന്നീട് ബുദ്ധിമുട്ടാകുമെന്നൊരു ചിന്താഗതി എപ്പോഴും ഉണ്ട്, പബ്ലിക്കിനുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. ആരാണ് ഏതാണെന്ന് അറിയത്തില്ല. ഇൻഫോർമേഷൻ മാത്രം നമുക്ക് കിട്ടും. ഓക്കെ. ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ് സാർ ഇപ്പോൾ അല്ലെങ്കിൽ മാം ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ള യോദ്ധാവിൻ്റെ നമ്പർ. നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, 9995966666. അപ്പോൾ ഈ നമ്പർ മനസ്സിൽ കുറിച്ച് വെച്ചോളൂ. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ലഹരിയുടെ വിപണിയോ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ അറിയിക്കാനുള്ള ഒരു നമ്പറാണ്, ഒരു ഈസി വേ ആണ്. അപ്പോൾ നല്ലൊരു നാളേക്കായിട്ട് നമുക്ക് ഈ ഒരു നമ്പറിലേക്ക് വിവരങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാണെങ്കിൽ അറിയിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ചിരി എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുണ്ട്. ചിരി ഇപ്പോൾ ഒരു പക്ഷേ കോവിഡ് കാലത്ത് ഏറ്റവും അധികം സക്സസ്ഫുള്ളായി പോയതാണ്. അത് നമ്മുടെ ഈ കുഞ്ഞുങ്ങളിൽ തന്നെ കൗമാരത്തിൽ താഴെയുള്ള ബാല്യത്തിലും കൗമാരത്തിനും ഇടയിൽ വല്ലാതെ അവർക്കുണ്ടാകുന്ന ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഒരു നമ്പറുണ്ട്. അത് വളരെ നല്ലതാണ്, ഏറ്റവും ഭംഗിയായി നടക്കുന്നതാണ്. ചിരിയുടെ നമ്പർ എന്ന് പറയുന്നത് 9497900200. സോ ഈ നമ്പേഴ്സൊക്കെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ SK ജംഗ്ഷനിലുള്ള ഓരോ വാക്കുകളും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ലഹരി വിമുക്ത കേരളം എന്നുള്ള ഒരു ക്യാമ്പയിനിലേക്ക് തിരിച്ചെത്തിയേക്കാം. സോ SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് അന്ന. 89.6 FM Sargakshetra
SK Junction. വെൽക്കം ബാക്ക് ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗ ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുപോലെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ലഹരി ഉപയോഗം, അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന കുറേയധികം പ്രശ്നങ്ങൾ. നമ്മളെ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവരെയും വളരെ മോശകരമായിട്ട് തന്നെ അത് ബാധിക്കുന്നുണ്ട് എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ ഇന്ന് എസ് കെ ജംഗ്ഷനിൽ നമ്മൾ ഒരു ഹാപ്പി എൻഡിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഹാവ് 2 എക്സ്പേർട്സ്. നമ്മുടെ സ്വന്തം നാർക്കോട്ടിക് സെല്ലിലെ സബ് ഇൻസ്പെക്ടർ മാത്യു പോൾ സാറും ഒപ്പം നാർക്കോട്ടിക് സെല്ലിലെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള അമ്പിളി മാമും, രണ്ടുപേരും നമ്മളോടൊപ്പം ഇന്ന് ഈ ഒരു വിഷയത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനും നല്ല രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ തന്നെ ഒരു ഹോൾ കമ്മ്യൂണിറ്റിയെ തന്നെ മോശകരമായിട്ട് ബാധിച്ചേക്കാം. ഈ ഡി അഡിക്ഷൻ എന്ന് പറയുന്നതാണ് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഉപയോഗത്തിന് ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ. സോ ഡി അഡിക്ഷൻ പ്രോസസ്സ് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്? ഡി അഡിക്ഷൻ സെൻറ്റർ അതിനെ സംബന്ധിച്ച് ലോക നിലവാരത്തിൽ തന്നെ 20% സക്സസ് റേറ്റ് എന്ന് പറയും. ഓക്കെ. പക്ഷേ ഡി അഡിക്ഷൻ, ഈ അഡിക്ഷനിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുക എന്നതിന് ഒട്ടൊരുപാട് സാമൂഹ്യപരമായ ചില ഉത്തേജനങ്ങൾ സാധ്യമാണ്. സാമൂഹ്യപരമായ ചുറ്റുപാടുകളെ ശരിയാക്കിക്കൊണ്ട് മാത്രമേ ഇതിൻ്റെ ശരിക്കും ഒരു റിലീസ് സാധ്യമാവത്തുള്ളൂ. ഈ മെഡിസിന് ഉള്ള പരിമിതിയാണ് ഞാൻ പറഞ്ഞത്, 20% സക്സസ് ആയിട്ടുള്ള ഒരു റേറ്റ്. ഓക്കെ. അതുപോലെ തന്നെ മാം, പോലീസിന് എങ്ങനെ ഒരു ഇൻഡിവിജ്വലിനെ ഈ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ, ഇപ്പോൾ സാറ് പറഞ്ഞു ഏകദേശം 20% മാത്രമാണ് ഹോൾ വേൾഡിൽ തന്നെ ഒരു സക്സസ് റേറ്റ് എന്ന്. സോ എങ്ങനെ നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഇൻഡിവിജ്വലിനെ ഈ ഒരു പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ ഈ കുട്ടികൾ ആണല്ലോ ലഹരി അമിതമായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ. ഇവരെ ഈ ഒരു ലഹരി ഉപയോഗിക്കുന്ന 1ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് ലഹരി ഉപയോഗിക്കുന്നു എന്ന് തോന്നിയാൽ, അത് തോന്നുന്നതിന് മുന്നിലത്തെ ഒരു ടൈമുണ്ട് ഈ വീടുകളിൽ. അതെ. മാതാപിതാക്കള് കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ചില ടൈമുണ്ട്. ഓക്കെ. ആ ടൈമിൽ കുട്ടികളെ, അതായത് ആ ഒരു 3 വയസ്സ് മുതൽ മുന്നോട്ട് വരുന്ന ഓരോ പ്രായത്തിലും മാതാപിതാക്കൾ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സമയം വരെയും നമുക്കത് കുട്ടികളെ നമ്മൾ രക്ഷകർത്താക്കൾ തന്നെ കരുതണം. ആ കരുതി കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ നമ്മുടെ കണ്ണിൽ നിന്നും നിൽക്കാതെ പോകുന്ന സമയത്താണ് നമ്മൾ ആശുപത്രി വഴി ഇതിലേക്ക് കുട്ടികളായിട്ട് പോകുന്നത്. ഞാൻ എൻ്റെ സങ്കല്പത്തിൽ പറഞ്ഞാൽ, കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളുടെ മണം അറിയുന്ന മാതാപിതാക്കളാവണം. എന്നാലേ അവർ സെക്കൻഡിൽ കൊച്ചിന് എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചു, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വരുന്നതിന് മുന്നിലത്തെ ഒരു ടൈം നമ്മൾ കുട്ടികളെ ചേർത്ത് നിർത്തി സ്നേഹിച്ച് അവരുടെ മണമല്ലാതെ മറ്റെന്തെങ്കിലും മണം അവരിലുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുള്ളതാണ്. അത് കഴിഞ്ഞല്ലേ നമ്മൾ മറ്റുള്ള ചികിത്സയിലേക്ക് പോകുന്നത്. അതെ, ഉറപ്പായിട്ടും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ചില മാതാപിതാക്കൾ തയ്യാറായാൽ ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഉണ്ടാവത്തില്ല. അപ്പോൾ ആദ്യമേ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ, രണ്ടാമതാവട്ടെ ചികിത്സയിലേക്ക് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മാം പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരുടെ മനസ്സാണെങ്കിലും മൈൻഡ് ആണെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഓരോ നിമിഷവും നമ്മുടെ ഫാമിലിയിലല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എന്ന് തോന്നുന്ന ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ അവരോട് നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യാം. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ആൾ തന്നെ ഷെയർ ചെയ്യാനുള്ള അവസരം വീട്ടിൽ കിട്ടുന്നില്ലല്ലോ. അത് വലിയ സ്കൂള് കഴിഞ്ഞാൽ കോളേജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾ 10 മിനിറ്റ് പോലും ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ കുട്ടികൾ കൂട്ടുകൂടും, പുറത്ത് പോയി സംസാരിക്കും, പുറത്ത് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കും. ഇതിനേക്കാൾ അപ്പുറം ഒരു ലോകമുണ്ടെന്ന് കുട്ടികൾ മനസ്സിലാക്കും. പേരൻസിന് ഇതിനൊരു 80% പേരൻസിന് നല്ല റോളുണ്ട്, കുട്ടികളെ നോക്കുന്ന കാര്യത്തിലും മറ്റുള്ള കൂട്ടുകെട്ടിലേക്ക് കുട്ടികളെ കടത്തി പോകുന്ന കാര്യത്തിലും. ഉറപ്പായിട്ടും. അപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രമല്ല, ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പാരൻസിനും അതുപോലെ സിബ്ലിങ്സിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഒരു ഇൻഡിവിജ്വലിനെ എത്രയും നല്ലൊരു വേയിലാക്കണം എന്നുള്ള കാര്യത്തിൽ. സോ നമ്മൾ ഇന്ന് എസ് കെ ജംഗ്ഷനിലൂടെ ലഹരിക്കെതിരെ നമുക്ക് എങ്ങനെ പൊരുതാം എന്നുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ തന്നെ ഓരോ വാക്കും ഈ ഒരു എസ് കെ ജംഗ്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാവരും കേൾക്കേണ്ട അല്ലെങ്കിൽ കരുതിയിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗ ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗ ക്ഷേത്ര. SK Junction.
വെൽക്കം ബാക്ക് ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. സോ ഇന്ന് നമ്മൾ എസ് കെ ജംഗ്ഷനിൽ നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുപോലെ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു സാഹചര്യത്തെ പറ്റിയിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ഓരോരുത്തരുടെയും കൺമുൻപിൽ കാണുന്ന ജീവിതങ്ങൾ, ലഹരിക്ക് അടിമയായതിന്റെ പേരിൽ ലഹരിയുടെ ഉപയോഗം കാരണം നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ നഷ്ടപ്പെടലുകൾ മാത്രമല്ല, ഇതൊക്കെ തിരിച്ചെടുക്കാനും നമ്മൾ ഇന്ന് എസ് കെ ജംഗ്ഷനിലൂടെ പ്രയത്നിക്കുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട് കുറേയധികം ടിപ്സ് ആൻഡ് ഹാക്സ്. നമ്മോടൊപ്പം ഇന്ന് 2 എക്സ്പേർട്ട് തന്നെയാണ് കൂടെയുള്ളത്. നമ്മുടെ നാർക്കോട്ടിക് സെല്ലിലെ സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള മാത്യു പോൾ സാർ ആൻഡ് നാർക്കോട്ടിക് സെല്ലിലെ സിവിൽ പോലീസ് ഓഫീസർ ആയിട്ടുള്ള അമ്പിളി മാം. ഈ ഒരു വിഷയത്തിൽ കുറേയധികം ആളുകൾ പറയുന്ന ഒരു മെയിൻ കാര്യമുണ്ട്. അതായത് കുട്ടികളെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും സിനിമകൾ തന്നെയാണ്. കുറെ ഇപ്പോഴത്തെ വയലൻസ് സിനിമകൾ, അല്ലെങ്കിൽ ഇത്രയും ബ്രൂട്ടലി കൊല്ലുന്നതും അല്ലെങ്കിൽ ഓരോ കൃത്യങ്ങൾ ചെയ്യുന്നതുമായിട്ടുള്ള സിനിമകൾ കണ്ടിട്ട് മാത്രമാണ് കുട്ടികൾ ഇത്തരത്തിൽ വഴിതെറ്റി പോകുന്നത് അല്ലെങ്കിൽ ലഹരിക്ക് അടിമകളാകുന്നത് എന്നുള്ള ചർച്ചകൾ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം കൂടിയാണ് ഇപ്പോൾ. പക്ഷെ അതേ ചർച്ചയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു മറുപടി തന്നെയായിട്ട് വരുന്ന ഒരു കാര്യമാണ്, നല്ല സിനിമകൾ ഇഷ്ടം പോലെ ഇതിനോട് പാരലായിട്ട് ഇറങ്ങുന്നുണ്ട്, എന്തുകൊണ്ട് അതാരും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരുടെയും പേഴ്സ്പെക്റ്റീവ് എന്താണ്? അതായത് ആ ചോദ്യവും ഉത്തരവും അതിനകത്ത് തന്നെയുണ്ട്. പക്ഷേ ഈ അഗ്രസീവ്നെസ് എന്നൊരു വാക്കുണ്ട്. നിങ്ങൾ നോക്കൂ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രിക്കറ്റ് കളിക്കാരൻ, അല്ലെങ്കിൽ സ്പോർട്സുകാരൻ, രാഷ്ട്രീയക്കാരൻ, സിനിമാക്കാരൻ, അതിൻ്റെ അഗ്രസീവായി ചെയ്യുന്നവനെയാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റായാലും അങ്ങനെയാണ്, പൊതുസമൂഹം അങ്ങനെയാണ്. അപ്പോൾ ഈ അഗ്രസീവ്നെസ് അല്ല ഈ പ്രശ്നം. അതായത് ഇത് പൊതുസമൂഹത്തിലാണ്, പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് സിനിമ. പൊതുസമൂഹത്തിൻ്റെ ഇപ്പോൾ പ്രണയം സിനിമയിൽ കാണിക്കുന്നത് ഇവിടുത്തെ പ്രണയം തന്നെയാണ്, കൊലപാതകം എല്ലാം അത് തന്നെയാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ശരിയുണ്ടാവും. പക്ഷേ താങ്കൾ ചോദിച്ചതുപോലെ തന്നെ അവിടെ നന്മയുടെ പൂമരങ്ങളും ഈ സിനിമയിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അനുകരിക്കുന്നില്ല. ഉണ്ടാവാം, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു രാഷ്ട്രീയക്കാരനെ നമുക്ക് നോക്കൂ, നമുക്ക് വളരെ അഗ്രസീവായിരിക്കണം എന്ന് നമ്മളെ മനസ്സിലുണ്ട്, അങ്ങനെയായിരിക്കണം. അതുകൊണ്ടാണ് സിനിമയിലെ പോലീസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാവുക. യഥാർത്ഥ പോലീസിനെ ഇഷ്ടമല്ലാതെ വരുന്നത് അതാണ്. അവൻ മനുഷ്യനും മറ്റത് അമാനുഷികനുമാകുന്നു. ഈ അമാനുഷികത കാണാനാണ് ഞാൻ പൈസ കൊടുത്ത് സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ അതങ്ങനെയല്ലേ, എനിക്ക് സാധ്യമല്ലാത്തതെല്ലാം കാണാൻ കഴിയുക. അപ്പോൾ ലീഡർ, വൺ ഹൂ ലീഡ് അതേഴ്സ്, നമ്മളെയൊക്കെ നയിക്കുന്ന ഒരാളായിരിക്കും ലീഡർ. ആ ലീഡർ എങ്ങനെ ആയിരിക്കണമെന്ന് ഞാനിങ്ങനെ തീർച്ചയായും പറയും. അപ്പോൾ ഇതൊരു ആ വാദത്തിന് അടിസ്ഥാനമില്ല എന്നല്ല, അടിസ്ഥാനപരമായി അതുമാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് കലയും സാഹിത്യവും എല്ലാം. അതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ സിനിമകളായിട്ട് തന്നെ കാണണം, അത് ജീവിതത്തിലേക്ക് എടുക്കരുത് എന്നും പറയുന്നുണ്ട് പലരും. അതായത് ഇപ്പോൾ വയലൻസിന്റെ കാര്യം പറയുന്ന സമയത്ത് കേട്ടോ, അത് ആക്ച്വലി ശരിയാണ്. ചുരുക്കം 1-2 പടങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചല്ല ഇപ്പൊ ഇത് പറയുന്നത്, അതായത് റീസെന്റ് ആയിട്ട് പറയുന്നത്. അതല്ലാതെ ഇതിനു മുന്നേ ഇതൊക്കെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ അന്യഭാഷകളിലാണെങ്കിലും ഇതിലും വലിയ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ അന്യഭാഷ ചിത്രങ്ങളാണ് കാണുന്നത് എപ്പോഴും. അവർക്ക് അതിനോടാണ് താല്പര്യവും. അതൊന്നും ഇതിനകത്ത് വരുന്നില്ലല്ലോ. നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, ഇത് ഒരിക്കലും അതിലെ നല്ല കാര്യങ്ങൾ കുട്ടികൾ എടുക്കുന്നില്ല, ചീത്ത കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്, തെറ്റായ ഒരു വിശ്വാസമാണ്. ഇപ്പോൾ കുറച്ച് സിനിമകൾ മാത്രം വന്നുകൊണ്ട് അതിൻ്റെ പേരിൽ 1-2 ആൾക്കാർ പറഞ്ഞു തുടങ്ങുന്ന കഥ ഇതിങ്ങനെ ഒരു 1000 പേര് 2000 പേര് അല്ലെ കേരളം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും അതിലല്ല. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ നല്ല കാര്യങ്ങളില്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ സിനിമയ്ക്കകത്തൊക്കെ നമുക്ക് മിക്ക സിനിമയ്ക്കകത്തും കാണാം, ഒരു പ്രായമുള്ള ഒരാൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു, ഭക്ഷണം കഴിക്കുവാണെങ്കിൽ എന്തെങ്കിലും മാറ്റി വെച്ചവരോട് സംസാരിക്കുന്നു. അപ്പം മുതിർന്ന ആൾക്കാർ ആര് കയറി വന്നാലും ഒരു കൊച്ചു എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് ആ സിനിമയ്ക്കകത്ത് എല്ലാം കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലോ അത് കുട്ടികൾ എന്താ അതുമാത്രം ഹൈഡ് ചെയ്ത് വെച്ച് ഓർക്കാത്തത്? ആ സിനിമയ്ക്കകത്ത് കാണിച്ചല്ലോ, ഞാനിവിടെ പ്രായമായിട്ട് ആൾക്കാർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നില്ല, ചിന്ത. അതിനകത്ത് വരുന്ന വയലൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം അത് തെറ്റായ ധാരണയാണ്. നല്ലതും എടുക്കാം, ചീത്തയും എടുക്കാം. ചിലതൊരു ചെറിയൊരു പരീക്ഷണത്തിന് വേണ്ടി ചിലർ എവിടെയൊക്കെയോ ഒന്ന് ചെറിയ കാണിച്ചു കൂട്ടുന്നു. ഇപ്പോൾ ആകത് വെച്ചാൽ മുതിർന്നവരും ചില സിനിമ റോൾ മോഡൽ ആക്കിക്കൊണ്ട് ചില കൊലപാതകങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, മാധ്യമങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ കൊച്ചു കുട്ടികൾ മാത്രമല്ലല്ലോ, അത് വലിയവരെയും ബാധിക്കുന്നില്ലേ? അതെ, ഉറപ്പായിട്ടും. അതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് മൂവീസ് കാണുന്ന സമയത്ത് ഒരു ഹീറോയിക് മൊമെന്റ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ മൂവിയിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹീറോ ആയിട്ട് എല്ലാവരും നമ്മളെ കണക്കാക്കും എന്ന് കണ്ടിട്ട് കുറേയധികം കുട്ടികൾ ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും മറ്റു കുട്ടികൾ അവരുടെ കൂടെ തന്നെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരേ ബെഞ്ചിലിരുന്ന് അത്രയും സന്തോഷത്തിലും സ്നേഹത്തിലും കഴിഞ്ഞിരുന്ന കുട്ടികൾ തന്നെ മറ്റൊരാളെ അവരെൻ്റെ ശത്രുവാണെന്നുള്ള രീതിയിൽ അവരെ ഉപദ്രവിച്ച് ഹീറോയിക് മൊമെന്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സിനിമയിൽ പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് നിയമവും വരുന്നുണ്ട്. അതെ, ഉറപ്പായിട്ടും. കാരണം
കാരണം ആ കൊച്ചിനെ അവിടെ ഒരാളെ അടിച്ചു, കൊന്നു, തല്ലി, എന്തെങ്കിലുമൊക്കെ വലിയ മാരക ആയുധങ്ങൾ വെച്ച് ആക്രമിച്ചു എന്ന് പറയുന്നതല്ല അവസാനം നിയമത്തിന്റെ കയ്യിലല്ലേ വരുന്നത്. നിയമത്തിന്റെ കയ്യിൽ വന്നിട്ട് അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുന്നത് സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ലാത്ത എന്തുകൊണ്ട്? അതാരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ കണ്ടുവരുന്ന കുട്ടി അവസാനം അവൻ ജയിലിലായാലോ എന്നോർത്ത് ചെയ്യാതിരിക്കണം. അത് തന്നെയാണ് ഓരോ സിനിമകളും കൊടുക്കുന്ന മെസ്സേജ് എല്ലാം കൊടുക്കുന്നതാണ്. നിയമമായിട്ട് തന്നെയാണ് സിനിമയെല്ലാം മെസ്സേജ് കൊടുക്കുന്നത്. ഉറപ്പായിട്ടും. പക്ഷെ അതെന്ത് കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. അത് കുട്ടികൾ മനസ്സിലാക്കുന്നില്ലെന്ന് വലിയവർ പറഞ്ഞുണ്ടാക്കുന്നു. ഞാൻ അതേ മാറ്റുന്നുള്ളൂ. കാരണം ഇതെല്ലാം ചില സിനിമകളുടെ കാരണം. ഇതൊന്നും സിനിമയല്ല. ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നുണ്ടല്ലോ കുടുംബമാണ്. പേരന്റിങ് വലിയൊരു കാര്യമാണ്. യെസ്, അപ്പോൾ പാരന്റിംഗിലേക്ക് നമ്മൾ കൂടുതൽ വരുന്നുണ്ട്. കേട്ടോണ്ടേയിരിക്കും എസ്കെ ജംഗ്ഷൻ ആണ് കൂടെയുള്ളത്. അല്ല 89.6 FM സർഗക്ഷേത്ര SK Junction. വെൽക്കം ബാക്ക് ടു എസ്കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മൾ ലഹരിയെ പറ്റിയിട്ട്, അതായത് ലഹരിയിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, ഇന്നത്തെ സമൂഹത്തിന്, ഇന്നത്തെ കുഞ്ഞുമക്കൾക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വി ഹാവ് 2 എക്സ്പേർട്സ്. നാർക്കോട്ടിക് സെല്ലിലെ സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള മാത്യു പോൾ സർ ആൻഡ് നാർക്കോട്ടിക് സെല്ലിലെ സിവിൽ പോലീസ് ഓഫീസർ ആയിട്ടുള്ള അമ്പിളി മാം. കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞു പാരന്റിങ്ങിന് ഇന്നത്തെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം സ്ഥാനമുണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു ലഹരി ഉപയോഗം കുട്ടികൾക്ക് ഉണ്ട് എന്ന് ഒരു പാരന്റ് തിരിച്ചറിയുന്ന ആ ഒരു സമയത്ത് അവർക്ക് സമ്മതിക്കാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ആദ്യം തന്നെ ഉണ്ടാവും. കാരണം നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്നുള്ളൊരു കാര്യം അവർ കണ്ടിട്ടുണ്ടായിരിക്കാം മേ ബി, പക്ഷെ അവർ വിശ്വസിക്കുന്നുണ്ടാവില്ല. അവരുടെ മക്കൾ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം മേ ബി ഓൾമോസ്റ്റ് എല്ലാ പാരന്റ്സിനും ഉണ്ടായിരിക്കും. പക്ഷേ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനുള്ള ദൂഷ്യഫലങ്ങൾ പിന്നെ നമ്മൾ തന്നെ അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആ ഇൻഡിവിജ്വൽ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. സോ ഒരു പാരന്റിന് എങ്ങനെ കുട്ടികളിൽ ഇങ്ങനെ ഒരു അവസ്ഥ അവരുടെ കുട്ടികൾക്കുണ്ട് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കും സർ? ഇത് പലപ്പോഴും ചോദിക്കാതെ പോകുന്ന ഒരു ചോദ്യം, പക്ഷേ ആദ്യം ചോദിക്കേണ്ട കാലഘട്ടം ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് ഇദ്ദേഹം ചോദിച്ചത്. കാരണം എൻ്റെ കുഞ്ഞ് ഇതിന് അടിമയാണോ എന്ന് ഞാനെങ്ങനെ തിരിച്ചറിയും? അത് സ്വാഭാവിക. പണ്ടൊക്കെ തിരിച്ചറിയായിരുന്നു. നമ്മുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഈ ബീഡിയുടെ ചുക്ക കാണും, അല്ലെങ്കിൽ സ്മെല്ലുണ്ടാവും. ഇതങ്ങനെയല്ല, മണവും ഗുണമൊന്നും ഇല്ലാത്ത മറ്റൊരു വസ്തുവാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഒന്ന് അവൻ്റെ പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം, വളരെ എനർജി, അപ്പം അതിൻ്റെ ക്ഷീണം, എപ്പോഴും ഉറങ്ങണമെന്ന് തോന്നുക, ഭക്ഷണത്തോട് താല്പര്യമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തോട് അമിതമായ ആർത്തി ഉണ്ടാവുക, ചുരുങ്ങി അവൻ്റെ ഒരു മാനസിക ശാരീരികമായ അവൻ്റെ ഇന്നലെകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എൻ്റെ മകൻ. മുമ്പേ അമ്പിളി മാം പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ മണത്തിൽ എന്തോ ഒരു മാറ്റം, അവൻ്റെ ഗുണങ്ങളിൽ എന്തൊക്കെയോ വ്യത്യസ്തത എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കാനുള്ള ഇത്, എപ്പോഴും പണം ചോദിക്കാൻ ശ്രമിക്കുക, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞു പെങ്ങളോട് ദേഷ്യപ്പെടുക, വല്യമ്മയെ എപ്പോഴും വല്യമ്മയോട് മടിയിൽ പോയിരിക്കുന്ന എൻ്റെ മകൻ വല്യമ്മയെ ഹേറ്റ് ചെയ്യുക, അത് ഇഷ്ടപ്പെടാതിരിക്കുന്ന ചില അനിഷ്ടങ്ങളെ സ്വന്തമാക്കും എന്ന് മാത്രമല്ല പുതിയ ചില ചങ്ങാത്തങ്ങൾ സ്ഥാപിക്കും, അവരുമായിട്ട് രഹസ്യമായി സംസാരിക്കാനുള്ള ഒരു വ്യഗ്രത, ഇതൊക്കെ ഇതിൻ്റെ കാരണമാവും. അതിലൊന്നും വ്യത്യസ്തമായി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കുട്ടിയുടെ ബാഗ് പരിശോധിക്കണം, ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. അപ്പോൾ എന്തായിരിക്കും അവിടെ അതിനകത്ത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാത്ത ATM കാർഡ്, ചില പ്ലാസ്റ്റിക് സ്ട്രിപ്പുകൾ, ചില ഈ സിപ്ലോക്ക്, അതുപോലെ തന്നെ ചെറിയ പൗഡർ, അല്ലെങ്കിൽ ചില ക്രിസ്റ്റൽ, ഷുഗർ ക്രിസ്റ്റൽ പോലെയുള്ളത്, ഞാൻ മേടിച്ചു കൊടുക്കാത്ത മുട്ടായികൾ, എൻ്റെ അയലോകത്തെ നമ്മുടെ മാധവൻ ചേട്ടൻ്റെ കടയിലല്ല കിട്ടാത്ത മുട്ടായികൾ, അല്ലെങ്കിൽ അങ്ങനത്തെ അതൊക്കെ സ്വാഭാവികമായ ഇതിൻ്റെ ഒരു തുടക്കമാവാം. അപ്പോൾ എനിക്ക് തോന്നി ഈ സ്വീറ്റ്സിലൊക്കെ വലിയ ഇതിൻ്റെ ഒരു ബിഗിനേഴ്സിനെ സൃഷ്ടിക്കാനായിട്ടുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. അപ്പം ഈ സമൂഹത്തിൽ ഇതൊരു വലിയ ഒരു എപ്പിഡമിക് ആണെന്ന് നമുക്കറിയാം. ഇതൊരു വലിയ രോഗാവസ്ഥയാണ്. പക്ഷേ അതിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കണമെന്ന ഒരു മാതാവിന് ഒരു ഉത്തമ ബോധ്യമുള്ളതാണ്. അങ്ങനെ സ്വാഭാവികമായും ആ കുഞ്ഞിതാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇത് മറ്റൊരു കാരണവുമല്ല, ഇതൊരു രോഗമാണ്. ഈ രോഗത്തിന് ചികിത്സയുണ്ട്. പലരുടെയും പ്രശ്നം ഇതൊരു മാനസികമായ ഒരു രോഗമാണ്, ഇത് ചികിത്സിച്ചാൽ ഭേദമാകും, യാതൊരു സംശയവുമില്ല. ഇത് ആരോടും പറയാതെ ഹൈഡ് ചെയ്യുമ്പോൾ ഇത് ഡെവലപ്പ് ആവുകയും ഇവനൊരു സമൂഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. ഇത് ചികിത്സിച്ചാൽ ഭേദമാവും. ഇതെല്ലാം 299 തരത്തിൽ മാനസിക രോഗങ്ങളുണ്ട്. നമ്മുടെ ജലദോഷം പോലെ, ക്യാൻസർ പോലെ, ഹൃദ്രോഗം പോലെ, അല്ലെങ്കിൽ ഷുഗറും കൊളസ്ട്രോളും പോലെ. ചിലപ്പോൾ നമുക്കൊരു നേരം മരുന്ന് കഴിച്ചാൽ മതിയാവും, ചിലപ്പോൾ ഡോക്ടറെ കണ്ടാൽ തന്നെ തീരും. അപ്പോൾ ഇത് ചികിത്സിക്കേണ്ടതാണ്. ഇത് എൻ്റെ ബാധ്യതയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എൻ്റെ ബാധ്യതയാണ്. അപ്പോൾ ആ കുട്ടിയെ നോർമലാവും. ഞങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അറിയാവുന്നതുകൊണ്ട് അത് പക്ഷേ അംഗീകരിക്കത്തില്ല. ഇപ്പം അദ്ദേഹത്തിന് അറിയാമല്ലോ, നമ്മൾ പൊതുവേ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ദേവകി ചേച്ചിയുടെ മോനാണ് എൻ്റെ കൊച്ചിനെ പഴിപ്പിച്ചത്.
ദേവ ചേച്ചി പറയും സർളയുടെ മോനാണ് എന്നെ പഠിപ്പിച്ചത്. ഇതൊന്നുമല്ല, ഇതൊക്കെ സ്വാഭാവികം. ഇതിപ്പം ഈയിടെ നടക്കുന്ന എന്തോ ഒരു പ്രത്യേക കാര്യമായിട്ടല്ല, എക്കാലത്തും ചരിത്രാതീത കാലം മുതൽ ഇതൊക്കെ ഉള്ളതാണ് ലഹരിയൊക്കെ. പക്ഷേ ഇപ്പോൾ പുതിയ സിന്തറ്റിക് ഡ്രഗ്സ്, രാസലഹരികൾ, അതിൻ്റെ ഒരു പ്രത്യേകത അതിനെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത, അത് തന്നെ അതിനെ ഹൈഡ് ചെയ്യും. അത് ഭക്ഷണത്തിലും പാനീയത്തിലും അത് പ്രണയത്തിലും എല്ലായിടത്തും അതിൻ്റെ സാധ്യതയുണ്ട്. സാർ പറഞ്ഞു എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ള കാര്യം ചോദിച്ചു. ഇപ്പോൾ അതിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഒരു രോഗാവസ്ഥ തന്നെയാണ് ആക്ച്വലി ഈ ഒരു ലഹരിയുടെ ഉപയോഗം ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച്. സോ ഏതൊരു രോഗമാണെങ്കിലും നമ്മൾ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്യൂർ ചെയ്യാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പാരന്റിങ്ങിലേക്ക് നമ്മൾ കൂടുതൽ വരുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കും SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത്. അല്ല 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. ഇന്ന് നമ്മൾ ലഹരിയെ പറ്റിയിട്ട്, അതായത് ലഹരിയിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, ഇന്നത്തെ സമൂഹത്തിന്, ഇന്നത്തെ കുഞ്ഞു മക്കൾക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് 2 എക്സ്പേർട്ട് തന്നെയാണ് കൂടെയുള്ളത്. നമ്മുടെ നാർക്കോട്ടിക് സെല്ലിലെ സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള മാത്യു പോൾ സാർ ആൻഡ് നാർക്കോട്ടിക് സെല്ലിലെ സിവിൽ പോലീസ് ഓഫീസർ ആയിട്ടുള്ള അമ്പിളി മാം. മാമിന് ഈ ഒരു കാര്യത്തിൽ പാരന്റിങ് കൂടി ആഡ് ചെയ്തുകൊണ്ട്, ലൈക്ക് ഇപ്പോൾ പാരന്റ്സ് ഇപ്പോൾ കണ്ടുപിടിച്ചു കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ദുശീലമുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു. പക്ഷെ കുറേയധികം പാരന്റ്സ് മേ ബി റിയാക്ട് ചെയ്യുന്നത് ഭയങ്കര അഗ്രസീവ് ആയിട്ടായിരിക്കും. അവർ മേ ബി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമായിരിക്കും, അവർ പേടിച്ചിട്ടായിരിക്കും മേ ബി. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ടെമ്പേഴ്സ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയായിരിക്കണം അവർ കാണേണ്ടത്? ഇത്തരം കുട്ടികളെ മനസ്സിലാക്കിയിടത്തോളം കാണുന്ന ഏക കാര്യം, ഇത്തരം കുട്ടികൾ ആദ്യം വയലൻ്റ് ആകുന്ന വീട്ടിലായിരിക്കും, പേരൻസിൻ്റെ അടുത്ത്. പേരൻസിനോടുള്ളതാണ്. കാരണം ഇവരിങ്ങനെ പമ്മിയിരിക്കും. പക്ഷേ നിസ്സാരമായി, അതായത് നീ ഇപ്പോൾ കുളിക്കാൻ കയറുന്നില്ലേടാ എന്ന് ചോദിച്ചാൽ പോലും ഇവർ വയലൻ്റ് ആവും. അതാണ് ഇവരുടെ ഫസ്റ്റ് സ്റ്റേജ്. ആ വീട്ടിൽ നമ്മുടെ കുഞ്ഞിന് ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അവരുടെ ചങ്കിടിപ്പ് നമ്മളെ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ ആ ചെറിയൊരു മാറ്റം മനസ്സിലാക്കാത്ത പേരൻസ് കുട്ടിയുടെ മാറ്റം ചിലത് കാണുമ്പോൾ തന്നെ അവർക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചെന്നോ, അല്ലെ ഇവൻ എന്തെങ്കിലും സാറ് പറഞ്ഞ പോലെ മാനസിക പ്രശ്നമുണ്ടോ, അല്ലെ അത് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടായാലും മറ്റെന്തെങ്കിലും നാണക്കേടാവുമോ എന്നൊക്കെ വിചാരിച്ച് പേരൻസ് ഇത് ഒരു പരിധി വരെ മൂടി വെക്കുക. കുട്ടി നാട്ടിലേക്ക് ഇറങ്ങി വയലൻ്റ് ആകാൻ തുടങ്ങുമ്പോൾ നാട്ടുകാർ പോലീസിനെ അറിയിക്കുന്ന സമയത്തും അല്ലെങ്കിൽ എക്സൈസിനെ അറിയിക്കുന്ന സമയത്തും ഒക്കെയാണ് പേരൻസ് ചെറുതായിട്ടെങ്കിലും ഉൾക്കൊണ്ടുവരുന്നത്. എന്നാലും ആ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവർക്ക് ആ ജാമ്യം എടുക്കാനുള്ള ആ ഒരു ഓട്ടപ്പാച്ചിൽ. എന്നാലും ആ സമയത്തും പല പേരൻസും എൻ്റെ കുട്ടി ഇത് ചെയ്തതായിട്ട് വിശ്വസിക്കുന്നില്ല. സാറ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ മകൻ ഇത് ചെയ്യില്ല, അടുത്ത വീട്ടിലെ കുട്ടിയുടെ കൂടെ നടന്ന് കൂട്ടുകൂടി അവനാണിത് ചെയ്യിച്ചെന്ന് പറയുന്ന പേരൻസാണ് നമുക്കിടയിലുള്ളത്. പേരൻസ് ഒരിക്കലും ഉൾക്കൊള്ളുകയല്ല എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന്. സാറ് പറഞ്ഞ പോലെ ഇത്രയും മാനസിക പ്രശ്നങ്ങൾ ഉള്ള ഒരു സാഹചര്യം ഒരു കുട്ടിക്കുണ്ടെങ്കിൽ പേരൻസ് ഉൾക്കൊള്ളാതെ നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകാൻ പറ്റുമോ? അയൽവാസികൾക്ക് ഇടപെടണം. ഇവർ പേരൻസ് സഹകരിക്കുന്നില്ല പറ്റുമോ? അല്ലെങ്കിൽ പോലീസിനോ എക്സൈസിനോ വേറെ ഏതെങ്കിലും ജനപ്രതിനിധികൾക്കോ ഇടപെടണമെങ്കിലും പേരൻസിൻ്റെ സപ്പോർട്ടാണ് ഒന്നാമത്. പക്ഷെ അവർ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം അവർ സമൂഹത്തിനോടും പറയാൻ താല്പര്യപ്പെടുന്നില്ല. അവർ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിയും ചേരുന്നില്ല. കാരണം പേരൻസ് ഒരു പരിധി വരെ ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. യെസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും സ്നേഹം എന്ന് പറയുന്നുള്ള കാര്യം സംസാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പറയുന്ന കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ പലപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്നില്ല ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ആ ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ കുറേയധികം കുട്ടികൾ രക്ഷപ്പെടില്ലേ? തീർച്ചയായിട്ടും രക്ഷപ്പെടും. അവർ ആ ഒരു പ്രശ്നം നടന്നു കഴിയുമ്പോഴാണ് പേരൻസ് ചാടിക്കറി ഇടപെടുന്നത്. അതുവരെ കിട്ടാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു കുട്ടിക്ക് വേണ്ടുന്നേ. ആ ഒരു സ്നേഹം പലയിടത്തുനിന്നും കിട്ടുന്നില്ല. എനിക്ക് തന്നെ അറിയാം, ഞാനൊരു വീട്ടിൽ പോയ കാര്യം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. കാരണം ഒരു വീട്ടിൽ കുട്ടി ആദ്യമായിട്ട് എന്തോ ഒരു ലഹരി ഉപയോഗിച്ച് നിൽക്കുന്നതെന്നും പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ അതിലേ പോയ സമയത്ത് ആ വീട്ടുകാർ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് കയറി. ആ കുട്ടിയുടെ പിതാവാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, തലയിൽ ഒരു പുതപ്പ് വിട്ട് വീടിന്റെ പുറകിൽ പോയി പമ്മി നിൽക്കുക. ഇവൻ ആദ്യമായി എന്തോ ഒരു ലഹരി ഉപയോഗിച്ചതാണ്. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈ തള്ളയെ എനിക്ക് കാണരുത് പറഞ്ഞു. കുട്ടി വളരെ മോശമായിട്ട് സംസാരിക്കുക, അപ്പനെ അമ്മയെ എനിക്ക് കാണരുതെന്നും പറഞ്ഞു. പക്ഷെ ഞാൻ അവൻ്റെ ഒരു അരക്കെട്ട് കൂടി ഇങ്ങനെ പിടിച്ചു, എന്നോട് ഇങ്ങനെ അടുപ്പിച്ച് നിർത്തി. ഞാൻ ചെന്നൈയുടെ മോനെ പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റക്കരച്ചിൽ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒറ്റക്കരച്ചിലവൻ. ഞാൻ അവിടെ ചെന്ന് നിന്ന് അരമണിക്കൂറിൽ അവൻ വളരെ സൈലൻ്റായി. അവനെ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ട് വീട്ടുകാരെ കുട്ടി പറഞ്ഞു വിട്ടു. ഒരു കുഴപ്പമില്ല, ആ മോൻ ഇപ്പോൾ ഇവിടെ ഇല്ല, ആൾ വിദേശത്ത് പോവുകയും ചെയ്തു. ഒറ്റ ദിവസത്തെ അതായത് അവർ ആ 1 മിനിറ്റ് നേരത്തെ ഈ കുട്ടിക്ക് വേണ്ടി മെനക്കെടാൻ തയ്യാറായിരുന്നെങ്കിൽ അന്നത്തെ ആ സാഹചര്യം
ആ സിറ്റുവേഷൻ പോലും ആ വീട്ടിലുണ്ടാവില്ലായിരുന്നു, ക്രിയേറ്റ് ആവില്ലായിരുന്നു. ഓക്കെ, ആ ഒരൊറ്റ നിമിഷത്തിൽ ആ കുട്ടിക്ക് അത്രയും സ്നേഹം തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ, മാം പറഞ്ഞ പോലെ കുറച്ച് മുൻപേ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രൈം അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷനേ ഉണ്ടാവില്ല. അപ്പോൾ പല പാരന്റ്സും ആദ്യം തന്നെ മനസ്സിലാക്കുക, തങ്ങളുടെ കുട്ടികളെ ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട സ്നേഹം ഡെഫിനറ്റ്ലി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഒരു കണക്ക് എന്നുള്ള രീതിയിലല്ല, നമുക്കൊരു ഡ്യൂട്ടി എന്നുള്ള രീതിയിലല്ല. നിങ്ങളുടെ സ്നേഹം നിങ്ങൾ എന്താണെന്നുള്ളത് അവരെ കാണിക്കുക. അവരും അപ്പൊ നിങ്ങളോട് മാതാപിതാക്കളുടെ പൂർണ്ണ ഉത്തരവാദിത്വം വരെ കാണിച്ചു കൊടുക്കുക. യെസ്, ഉറപ്പായിട്ടും. സോ കുറച്ച് മുൻപേ സാറ് പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള അവര് ഈ ഒരു സ്റ്റേജിലേക്ക് കടന്നു എന്നുള്ള അറിയുന്ന സമയത്ത് തന്നെ അവരെ ട്രീറ്റ് ചെയ്യാനും നോക്കുക. അപ്പോൾ കുറേ അധികം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ അവരെ മാറ്റാനായിട്ട് സാധിക്കും. വിമുക്തി ആക്ച്വലി നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. സോ കേട്ടുകൊണ്ടേയിരിക്കും SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളതല്ല. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. ലഹരിയിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം നേടാം എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ആക്ച്വലി. സോ ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ അതിലുള്ളൊരു ഉത്തരം നമ്മൾ ഡെഫിനറ്റ്ലി കണ്ടുപിടിച്ചിരിക്കും. ബെസ്റ്റ് ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാനായിട്ട് 2 എക്സ്പേർട്സ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. നമ്മുടെ കോട്ടയം ജനമൈത്രി അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ മാത്യു പോൾ സർ, കോട്ടയം നാർക്കോട്ടിക് സെല്ലിലെ സിവിൽ പോലീസ് ഓഫീസർ അമ്പിളി മാം. പാരന്റിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ നമ്മൾ അടുത്തതായിട്ട് അറിയാനായിട്ട് താല്പര്യപ്പെടാണ് കേട്ടോ. വേറൊന്നല്ല, ഇപ്പോൾ ഓരോരുത്തർക്കും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് എല്ലാ കുട്ടികളും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് അവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഈവൻ പാരന്റ്സിനേക്കാളും അല്ലെങ്കിൽ ഫ്രണ്ട്സിനെക്കാട്ടും ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു കുറേയധികം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഓരോ കുട്ടികളിലും ഉണ്ട്. സോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ ഫോക്കസ് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിലൂടെ അത് സാധിക്കുമോ? ഈ ഒരു ലഹരിയിൽ നിന്നും ഒരു മുക്തി നേടണം എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാ ജില്ലകളിലും നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. ശരിക്കും പോലീസിൻ്റെ ഉണ്ട്, അതുമാത്രമല്ല സംസ്ഥാന തലത്തിലുണ്ട്. എന്നുമാത്രമല്ല ഒരുപാട് ഇത്തരം ഐക്കൺസിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം പ്രധാന വിഷയങ്ങളെ അവരിലൂടെ നമ്മൾ പൊതുസമക്ഷത്തിൽ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് തീർച്ചയായും, കാരണം ഇപ്പോഴത്തെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു മീഡിയം സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ അത് ഉപയോഗിക്കണം. ഇപ്പോൾ പ്രിൻ്റഡ് മീഡിയയ്ക്ക് ഹോപ്പ് ഇല്ലാതെ വരുന്നു, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിൽ തന്നെ മറ്റ് ചില TV ചാനലൊന്നും നമ്മളിപ്പോൾ കാണാറില്ല, പൊതുവേ കുട്ടികൾ കാണാറില്ല. അപ്പോൾ ഇപ്പോൾ ഇത്തരം യൂട്യൂബ് അത്തരം അവരുടെ പുതിയ സാധ്യതകളനുസരിച്ച് മാക്സിമം നല്ല മെസ്സേജസ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അത് സക്സസ് ആകാറുണ്ട്. ഓക്കെ 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 നമ്മുടെ ജില്ലാ പോലീസിനാണെങ്കിൽ ഒരു മീഡിയ സെല്ലുണ്ട്, കോട്ടയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻഫർമേഷനും അപ്ഡേറ്റ് ചെയ്ത ഇൻഫർമേഷനാണ് മീഡിയ സെല്ലുകാർ കൊടുക്കുന്നത്. നമുക്കറിയാം അതിനകത്ത് കൊടുക്കുന്ന കാര്യം പബ്ലിക് അത് എത്രമാത്രം കയറി നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. അവരുടെ ലൈക്കും അവരുടെ ഷെയറിങ്ങും കാണുമ്പോൾ അറിയാലോ അവരെ എത്രമാത്രം അവരത് ഉപയോഗിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ. സോഷ്യൽ മീഡിയ ശരിക്കും ഒരു ഏറ്റവും വലിയ സോഴ്സ് എന്ന് വേണം പറയാനായിട്ട്. അതാണ് ഇപ്പം നിലവിൽ ഈ ഇത്രയും വലിയ വിവരസാങ്കേതിക വിദ്യയുള്ള ലോകത്തിൽ ഏറ്റവും വലിയ സോഴ്സ് സോഷ്യൽ മീഡിയ തന്നെയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജസിലും കുറേയധികം പോലീസ് ഓഫീസേഴ്സും അല്ലെങ്കിൽ എക്സൈസ് ഓഫീസേഴ്സും ഒക്കെ വന്ന് നമുക്ക് കുറേയധികം അവയർനെസ് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. സോ അവരിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിലൂടെയും നമ്മളിലേക്ക് എല്ലാ കുട്ടികളിലേക്കും നല്ലൊരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇപ്പോൾ പറയുന്നത്. നമുക്ക് ഇനിയും കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. കേൾക്കാൻ റെഡി ആയിട്ടിരിക്കൂ. SK ജംഗ്ഷനാണ് കൂടെയുള്ളത്. അന്ന 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. ലഹരിയോട് നമ്മൾ നോ പറയുക തന്നെ വേണം. ആൻഡ് നമ്മൾ ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ കുറേയധികം കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ. ഇനിയും അത് തന്നെയാണ് പറയാനായിട്ട് പോകുന്നത്. സോ നമ്മോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയം നാർക്കോട്ടിക് സെല്ലിലെ സബ് ഇൻസ്പെക്ടറും അതുപോലെ ജനമൈത്രി അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസറുമായിട്ടുള്ള മാത്യു പോൾ സാറാണ്. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള അമ്പിളി മാമും. രണ്ടുപേർക്കും നമ്മൾ വീണ്ടും സ്വാഗതം പറയാണ്. ആൻഡ് ഈ ഒരു സമയത്ത് മാം, ശരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റീനെ നമുക്ക് ഏതൊക്കെ തരത്തിൽ അവയർനെസ് കൊടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു കാര്യത്തിനോടനുബന്ധിച്ച്? ഇപ്പോൾ സ്കൂളുകളിൽ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞു, നമുക്ക് സ്കൂളുകളിലാണെങ്കിലും പോലീസ് ഓഫീസേഴ്സ് നമുക്ക് കുറേയധികം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെ തരത്തിൽ എല്ലാ കമ്മ്യൂണിറ്റീസിലേക്കും നമുക്ക് ഈ ഒരു ടീമിനെ എത്തിക്കാനായിട്ട് സാധിക്കും? ഇപ്പോഴാണ് ഒരു പക്ഷേ ലഹരിയെക്കുറിച്ച് ഇപ്പോൾ വല്ലാതെ ഒരു സമൂഹം ബോധർ ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ച്, പോലീസിനെ സംബന്ധിച്ച്, അല്ല എക്സൈസ് വിഭാഗത്തെ സംബന്ധിച്ച്, ഗവൺമെൻറ് ഏജൻസികളെ സംബന്ധിച്ച് ഇത് യാഥാർത്ഥ്യമാണെന്ന വളരെ മുൻപേയുള്ള നിശ്ചയപ്രകാരം നിരന്തരമായി ഏതൊരു കൂട്ടായ്മകളും
നമ്മൾ പ്രത്യേകിച്ച് ഈ കുടുംബ കൂട്ടായ്മകളെ, മതപരമായ പാഠശാലകൾ പോലും, അവിടെ പോലും നമ്മൾ കൃത്യമായും ഈ മെസ്സേജ് നമ്മൾ എത്തിക്കാറുണ്ട്. കാരണം ജീവിതമാണ് ലഹരി, ലഹരി അല്ല ജീവിതമെന്ന് ആവർത്തിച്ച് പറയുക. ലഹരി എന്ന വാക്ക് മോശമാണെന്ന് പൊതുവേ നമ്മുടെ സമൂഹത്തിലൊരു തെറ്റായ ധാരണയുണ്ട്. അല്ല, ഇപ്പോൾ ഉദാഹരണം നോക്കൂ, 73 വയസ്സ് കഴിഞ്ഞ മമ്മൂട്ടിയുടെ ലഹരി, ഫുട്ബോളിൻ്റെ മെസ്സിയുടെ ലഹരി. അപ്പോൾ അത് ജീവിതത്തെ ലഹരിയായി കാണുന്നില്ല. അപ്പോഴാണ് ഈ സപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ അതാണ് മുമ്പേ പറയുന്നത്. പലരും പറയും എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, അതിലൊരു സ്നേഹം മേടിക്കാൻ പോകും. അപ്പോൾ എല്ലാം വഴിവാണിപ്പം, അതായത് കടയിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന ഒരവസ്ഥ. അപ്പോൾ ലഹരി അവിടെ പോയി മേടിക്കുന്നു, ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ സ്പോർട്സിലും ഗെയിംസിലും എന്തിനാ, ഈവൻ നമ്മൾ അറിയാമല്ലോ, ഇപ്പോൾ പ്രണയം പോലും വല്ലാതെ നാനാർത്ഥങ്ങൾ തേടുന്ന ഒരവസ്ഥയുണ്ട്. അത്തരം അതിൻ്റെ പൊതുവെ ആ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ സംബന്ധിച്ച് ഈ കുട്ടി എന്ന് ആവർത്തിച്ച് നമ്മൾ ഇത് പറയേണ്ടതില്ല. പൊതുസമൂഹത്തെ വേണം നമ്മൾ അഭിസംബോധന ചെയ്യാൻ. ഏതൊരു ജനറേഷൻ്റെയും വളർച്ചയ്ക്ക് അവർക്ക് മാത്രമല്ല പങ്ക്, അവർക്ക് മുമ്പും പിമ്പുമുള്ള ഒരുപാട് സമൂഹത്തിന്, മീഡിയാസിന്, പോലീസിന് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ. അല്ല, ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ശരിക്കും ബോധവൽക്കരണ ക്ലാസ്സുകൾ അതായത് ഇനി വരുന്ന തലമുറയെങ്കിലും രക്ഷിക്കാനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിൽക്കുന്ന കുഞ്ഞു കുട്ടികളുടെ മാതാപിതാക്കളെ ബോധവൽക്കരിച്ച് തുടങ്ങണം. എൻ്റെ ഒരു അഭിപ്രായത്തിലത് 3 വയസ്സ് മുതലുള്ള സ്കൂള്, കോളേജ്, റെസിഡൻസ് അസോസിയേഷന്, പലതരം ക്ലബ്ബുകൾ, കുടുംബശ്രീകൾ, അങ്ങനത്തെ വലിയൊരു കൂട്ടായ്മകളുണ്ടല്ലോ. ആ കൂടുന്ന സ്ഥലത്തെല്ലാം മാതാപിതാക്കളെ ബോധവൽക്കരിച്ച് തുടങ്ങണം. കാരണം കുട്ടികളോടുള്ള ബോധവൽക്കരണം ഇപ്പം നമ്മൾ നടക്കുന്നത് കുഴപ്പമില്ലെന്നല്ല പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യം 100 കുട്ടികൾ കേട്ടിട്ടുണ്ടെങ്കിൽ 2 കുട്ടികളെങ്കിലും മനസ്സിൻ്റെ അടിത്തട്ടിൽ അടിവരയിട്ട് എഴുതി വെക്കും ചില കാര്യങ്ങൾ ചിലർ മറന്നു പോകും. ചില കാര്യങ്ങൾ നോട്ട് ദി പോയിന്റ് എന്ന് പറഞ്ഞ് കുട്ടികൾ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ പേരൻസിനും ബോധവൽക്കരണം. ഞാൻ പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം തന്നെ പേരൻസ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. അവർക്ക് ആഴ്ചയിൽ ഒരു 1 വീക്കിൽ ഒരു ദിവസമെങ്കിലും ഒരു ബോധവൽക്കരണ ക്ലാസ് അവർക്കും കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും കൊടുക്കണം. കുട്ടികളുടെ പിന്നെ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള ലഹരിയെ ഒരു പ്രത്യേക ഘടകമായി എടുത്തുകൊണ്ട് തന്നെ ആ സിലബസിൽ പോലും ലഹരിയെക്കുറിച്ചൊരു മാറ്റം വരുത്തണമെന്നുള്ള അഭിപ്രായമാണ്. കാരണം കുട്ടികൾ അറിയത്തില്ലാതെ ചെന്ന് ചാടുന്ന ചതിക്കുഴിയില്ലേ, അവർക്കറിയത്തില്ല ഏത് നീരാളി കൈകളിലാണ് അവർ എന്ന് പെട്ടേക്കുന്നതെന്ന്. അത് അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസം കൂടെ വേണമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി കുറേയധികം ആളുകൾക്കും ഒരു ബോറിംഗ് കാര്യമായിട്ട് പലപ്പോഴും അവയർനെസ് പ്രോഗ്രാംസ് തോന്നാറുണ്ട്. അതുകൊണ്ട് പലരും ശ്രദ്ധ വെക്കാറില്ല, അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ വീട്ടിൽ സംഭവിക്കില്ല, എന്താ പറയുക, അങ്ങനെ ഒരു മട്ടാണ് പലർക്കും ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിൽ തന്നെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇന്നത്തെ ഈ ഒരു പീരീഡ് പോകും, ഈ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പല കുട്ടികളും വന്നിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു മാം പറഞ്ഞ പോലെ പാരൻസിന് തന്നെ ഒരു അവയർനെസ് കൊടുത്ത് അവരിലൂടെ കുട്ടികളിലേക്ക്, അവർക്കാണ് അവരുടെ കുട്ടികളുടെ മീറ്റർ അറിയാം, എത്ര രീതിയിൽ അവർക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ അറിയാം പലർക്കും, അല്ലേ? സോ എനിക്ക് തോന്നുന്നു മാം പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം പാരൻസിനെ, അവർക്ക് ഇത്രയും ഇതിൻ്റെ സീരിയസ്നെസ് ഈ ഒരു പ്രശ്നത്തിനുണ്ട് എന്നുള്ളത് അവരെ മനസ്സിലാക്കി അവരുടെ മക്കളെ അവർ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ ജീവിതം സുന്ദരമാണെന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലല്ലോ. ഈ മത്സരത്തിൽ നീ ജയിക്കണം, തലയറപ്പൻ മത്സരമാണ്, കഴുത്തറപ്പൻ മത്സരമാണ്, ഇവിടെ നീ ഒന്നാമനായിരിക്കണമെന്ന ആവർത്തിച്ചുള്ള ഇവരുടെ ഈ ആജ്ഞ അവനെ സംബന്ധിച്ച് ജീവിതം വല്ലാതെ കടുത്ത നിരാശയിലേക്കോ സാധ്യതയില്ലായ്മയിലേക്കോ പോകുമ്പോൾ, എൻ്റെ മക്കളെ ജീവിതം ഇത്ര സുന്ദരമാണ്, നീ എത്ര സുന്ദരിയാണ് എന്ന് വെച്ച് ആവർത്തിച്ച് കുട്ടികളെ ചേർത്ത് പിടിച്ചെന്ന് പറഞ്ഞു നോക്ക്, സ്വാഭാവികമായ വിജയമാണ്. അതാണല്ലോ സത്യം. ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന ഒരു ബോധ്യമില്ല. ഇത് ഈസിയാണ്, ജീവിതം വളരെ സുന്ദരമാണ്, ബ്രൈറ്റാണ് എന്ന് ഇതേ ആവർത്തിയോടുകൂടി പറയാൻ ശ്രമിച്ചാൽ അവരുടെ തലച്ചോറിൽ അതൊരു ഗുണപരമാവും. യെസ്, ഉറപ്പായിട്ടും സത്യമാണ് കേട്ടോ സാർ പറഞ്ഞത്. അതുപോലെ തന്നെ കുട്ടികളെപ്പോഴും വിജയിക്കുക എന്ന് മാത്രമല്ല തോൽക്കാനും പലപ്പോഴും അവർ പഠിക്കണം, അല്ലേ? തോൽവി എന്ന് പറയുന്നത് അതെന്തോ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്, ഇനിയൊരു ജീവിതം അവർക്കില്ല, ഒരു ഫുൾ സ്റ്റോപ്പ് എന്നുള്ള പല കുട്ടികൾക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല, പക്ഷെ നമ്മൾ സിനിമകളിലാണെങ്കിലും പല എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ട്. പല സിനിമകളും എനിക്ക് തോന്നുന്നു കുറേ ജീവിത കഥകൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പല കുട്ടികളും വിചാരിക്കുന്ന ഒരു കാര്യമാണ് തോൽവി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫുൾ സ്റ്റോപ്പ് ആണ്, ഇതിന് ശേഷം ഒന്നുമില്ല എന്ന് പറയുന്നത്. പക്ഷെ അത് ആക്ച്വലി ഒരു കോമയാണ്. പേരൻസ് പഠിപ്പിക്കുന്നില്ല, അവരെപ്പോഴും കോമ്പറ്റീഷൻ ഫീൽഡാണ്. നീ നന്നാവണം, നീ A+ വാങ്ങിച്ചേ വരാവൂ എന്നും പറഞ്ഞ് കുട്ടികളുടെ മേളിലങ്ങ്
അടിച്ചമ്പത്തുവാ. അത് ഈ പഠനകാര്യങ്ങളിൽ അല്ല, മാത്രമല്ല, Competitions അല്ല, ഈ പ്രണയത്തിൽ തന്നെ തോറ്റ പോയി ഇനി ഒരിക്കൊന്നും കിട്ടുക. അത് ഈ പ്രണയം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പഠനം എന്നു വേണ്ട സമസ്ത മേഖലയിലും ഒന്ന് എന്ന വാക്ക്, ഒന്നിലേക്കുള്ള അവൻ്റെ ഒരു വല്ലാത്ത അവന് വേണ്ടിയുള്ള വലിയ സമ്മർദ്ദം, അവനെന്ന് പറയുന്ന ആ കൊച്ചു മനുഷ്യനെ സംബന്ധിച്ച്, ആ കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് വലിയ ഒരാളുടെ മിനിയേച്ചർ രൂപമല്ല. അതാണ് ഇതിപ്പോൾ വലിയൊരു മരത്തിൻ്റെ മിനിയേച്ചർ, നമ്മൾ പിന്നെ നമ്മളെ ബോൺസായി എന്നൊക്കെ പറയല്ലേ, അതല്ല ഇത്. വലിയ ഒരാളുടെ മിനിയേച്ചർ രൂപമാണെന്ന പലരുടെയും ധാരണ. അല്ല, 23 വയസ്സ് തികയണം നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് രൂപപ്പെടാൻ. അപ്പോഴാണ് നമ്മളുടെ ചിന്തകളിലെ നമ്മൾ സാമാന്യേന അതിൻ്റെ യുക്തിയും ബുദ്ധിയും ഒക്കെ ചേർത്ത് വെക്കുന്നത്. ഇപ്പോൾ കൊച്ചുകുട്ടിയാണ് ശരിക്കും, അതല്ലേ 23 വയസ്സിന് മുമ്പ് അവരുടെ തീരുമാനങ്ങൾ തെറ്റി വരുമല്ലോ. അപ്പം നമ്മളത് ചേർത്ത് പിടിക്കുകയും ചികിത്സിക്കേണ്ടതാണ് ചികിത്സിക്കുകയും ഈ ജീവിതത്തിൻ്റെ സുന്ദര മുഖത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുകയും അങ്ങനെ പോകണം, അങ്ങനെ പോകാവൂ. ഉറപ്പായിട്ടും. വീട്ടിലെ കഷ്ടപ്പാടും ഒന്നും ആരും മക്കളെ അറിയിക്കുന്നുമില്ല. വേറൊരു കാര്യമാണ്, കുട്ടികൾക്ക് എപ്പോഴും ഈ സെലിബ്രേഷനോടാണ് കുട്ടികൾക്ക് താല്പര്യം. സെലിബ്രേഷനാണ് കുട്ടികൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മുടെ വീട്ടിലെ വിഷമങ്ങൾ ആരും മക്കളോട് ഷെയർ ചെയ്യത്തില്ല. അല്ലെ എൻ്റെ കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നമുണ്ട്, നമുക്കിന്ന് വീട്ടിലെ സാഹചര്യം ഇതാണെന്ന് ഒരു കുട്ടിയോട് ഒരു പേരൻസും ഷെയർ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത്, നമുക്ക് എല്ലാവരും പല മതത്തിൽ വിശ്വസിക്കുന്നവരാ. എല്ലാ വീടുകളിലും പ്രാർത്ഥനകളുണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന നമുക്ക് ഇഷ്ടമായ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ കുട്ടികളോട് ഷെയർ ചെയ്ത്, അല്ലെ നമ്മൾ ദൈവത്തോടാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിലെ ചില പ്രശ്നങ്ങൾ പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അടുത്തിരുന്ന് മക്കളെങ്കിലും അത് കേൾക്കാനൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോഴായിരിക്കും മക്കൾ വിചാരിക്കും, ദൈവം ഇത്തരം പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഇത്തരമൊക്കെ ചില ചെറിയ ഞൊടുക്ക് വിത്തുകൾ, അതാ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തു നോക്കിയാൽ കുറേയൊക്കെ പിള്ളേർ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. പക്ഷെ നമ്മൾ പേരൻസ് ഇതിനൊന്നും തയ്യാറാവുന്നില്ല. അവരറിയിക്കരുത്, ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലാത്ത കടം വാങ്ങിച്ചാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ എന്നാൽ ഇല്ലായ്മ ശരിക്കും മക്കളെ അറിയിക്കണം. കടം വാങ്ങിച്ച് അതാണ് അറിയിക്കണം, അറിഞ്ഞിരിക്കണം. യെസ്, അപ്പോൾ ഇതുപോലെയുള്ള കുറെ അധികം ലൈഫ് ലെസൺസും ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കേട്ടോണ്ടേയിരിക്കൂ SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മൾ ലഹരിക്കെതിരെ പോരാടിക്കൊണ്ടേ തന്നെ ഇരിക്കുകയാണ്, അതിനെതിരെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു കോമ്പറ്റീഷൻ ആണെന്ന് തോന്നുന്നു എനിക്ക്. സോ ഇതിനെതിരെ നമ്മൾ ഉറപ്പായിട്ടും വിജയിച്ചിരിക്കും, എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെ. സോ ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു വളരെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള സബ്ജക്റ്റിൽ നമ്മളോടൊപ്പം കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മളെ ഇൻഫോർമേറ്റീവ്ലി റിച്ച് ആക്കാൻ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് കോട്ടയം നാർക്കോട്ടിക് സെല്ലിലെ സബ് ഇൻസ്പെക്ടറും അതുപോലെ ജനമൈത്രി അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസറുമായിട്ടുള്ള മാത്യു പോൾ സാറും, ഒപ്പം കോട്ടയം നാർക്കോട്ടിക് സെല്ലിലെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള അമ്പിളി മാമുമാണ്. നമ്മൾ കുറേയധികം, എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ സംസാരിച്ചത് പാരന്റിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ന്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം കുട്ടികൾക്ക് അത് തന്നെയാണ്. ആ ഒരു എലമെന്റ് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തേ മതിയാവൂ. ഇനി നമ്മൾ അറിയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാറിനോടാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ലഹരിക്ക് അടിമയായിട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിന് അടിമയായിട്ട് അറസ്റ്റ് ചെയ്യുകയാണ്, ദെൻ കുറച്ച് നാളുകൾക്ക് ശേഷം മേ ബി ഒരു ഡി അഡിക്ഷന് ആൾ ഓക്കെയാണ്, ആൾ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആണെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വരുന്നത്? ഇല്ല, ഒരാളെ ഇതിൻ്റെ സബ്സ്റ്റൻസുമായിട്ട് പിടിച്ചാൽ അത് സ്വാഭാവിക നിയമ നടപടി ഉണ്ടാവും, അറസ്റ്റ് ചെയ്യപ്പെടും, ജയിലിൽ പോകും, അത് അങ്ങനെ പോകും. അതിപ്പോൾ അദ്ദേഹത്തിന് ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ഒരു രോഗാവസ്ഥയാണ് എന്ന് തോന്നുമ്പോൾ തനിക്ക് ഈ രോഗത്തിൽ നിന്ന് വിമുക്തനാവണമെന്ന് തോന്നിയാൽ തീർച്ചയായും ഈ കേരള സമൂഹം അതിനുവേണ്ടി വളരെ വലിയാണ്. ഗവൺമെൻറ് ഏജൻസികൾ ധാരാളം ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. ഇനിയിപ്പോൾ ഇവർ പോകുന്ന ജയിലിലാണെങ്കിലും ഇനി അവർ എവിടെയാണെങ്കിലും, അതായത് പള്ളിയിലാണെങ്കിലും പാർട്ടിക്കാരിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്ന് നമ്മൾ പറയുന്നത് പോലെ എവിടെയെല്ലാം ഈ ഡി അഡിക്ഷൻ സെൻ്ററുകളും സഹായിക്കുവാൻ ഒരുപാട് ഏജൻസികളുമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഈ ലൈഫ് സുന്ദരമായി ആസ്വദിക്കാൻ ഞാൻ തയ്യാറായാൽ മതി, സമൂഹം അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ നിലവിൽ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് നമ്മൾ ചികിത്സയ്ക്കായിട്ട് പറഞ്ഞു വിടുമ്പം മാതാപിതാക്കൾ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നുകൊണ്ട് അവർ നമ്മളെ ട്രീറ്റ്മെൻറ്റിന് പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. തിരിച്ച് ഏറ്റവും മിടുക്കന്മാരായിട്ട് അവരൊക്കെ സ്കൂളിൽ എത്താനും സാധിക്കുന്നുണ്ട്. അനുഭവമാണ്. നമുക്ക് ആരുടെയും കുട്ടികളായിട്ട് പേരെടുത്തൊന്നും പറയാൻ പറ്റില്ല.
എന്നാൽ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്, നമ്മൾ വിട്ടേക്കുന്ന കുട്ടികളെല്ലാം സക്സസ് ആയി തിരിച്ചു വന്നിട്ടുണ്ട്. വെരി ഗുഡ്. സ്കൂളുകളിൽ നന്നായിട്ട്, അതായത് ടീച്ചേഴ്സിനോടൊക്കെ ഇടയ്ക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യുമല്ലോ, എങ്ങനെയുണ്ട് സ്വഭാവം അറിയാൻ വേണ്ടി. അപ്പോൾ ടീച്ചേഴ്സൊക്കെ വളരെ അന്നത് പറഞ്ഞു വിട്ടതുകൊണ്ട്, രക്ഷകർത്താക്കൾ മുന്നോട്ട് വന്നതുകൊണ്ട്, അതാണ് ഫസ്റ്റ്. അവർ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് രക്ഷകർത്താക്കൾ മുന്നോട്ട് വന്ന് നമുക്ക് നല്ല രീതിയിൽ അവരെ പറഞ്ഞു വിട്ട് കൗൺസിലിംഗ് കൊടുത്ത് ട്രീറ്റ്മെന്റിലൂടെ തിരിച്ചു കൊണ്ടുവന്ന് നന്നായി സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ഞങ്ങളുടെ മുന്നിലൊന്നുള്ളത്. അത് വളരെ സന്തോഷം. ഓക്കെ. എനിക്ക് രണ്ടുപേരോടും ഇനി ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഒരുപാട് ലൈഫുകൾ അല്ലെങ്കിൽ കുറേയധികം ജീവിതങ്ങൾ, നിങ്ങൾ ലഹരിക്ക് അടിമയായിട്ടുള്ള കുറേയധികം ആളുകളുടെ ജീവിതങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതിലൂടെ പോയിട്ടുണ്ടായിരിക്കും, അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, ആൻഡ് നല്ലൊരു റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്വന്തം അമ്മയെ കാമുകിയായിട്ട് കാണുന്നു. അപ്പം അതെന്നോട് അവിടുത്തെ സ്കൂളിലെ ടീച്ചർ വിളിച്ചറിയിച്ചു. ഇങ്ങനെയല്ല പറയുന്നത്, അവൻ ഭയങ്കര ഇഷ്യൂ ആണ്, പിതാവ് വീട്ടിലില്ല, അമ്മ തൻ്റെ ഉള്ളൂ, അമ്മയ്ക്ക് വീട്ടിൽ വന്ന് ഡ്രസ്സ് പോലും മാറാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം അമ്മേനെ അവൻ ഉപദ്രവിക്കുന്നു. വെച്ചാൽ ഒരു കാമുകേനെ എങ്ങനെ കാണുന്നു എന്ന രീതിയിൽ. അപ്പോൾ ഒരു ഡ്രസ്സ് പോലും മാറാൻ പറ്റാത്ത ഒരവസ്ഥയെന്ന് പറയുന്ന ഒരു മാതാവിന് വീട്ടിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആലോചിച്ച് നോക്കൂ. ഒരിടത്ത് ഒരു ജോലിയും കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വരുന്നൊരു സ്ത്രീയല്ലേ. അപ്പോൾ ആ കുട്ടീനെ നമ്മുടെ കയ്യിൽ കിട്ടുകയും അവനെ നമ്മളൊരു 3 മാസത്തെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പറഞ്ഞു വിടുകയും തിരിച്ച് അവൻ ഏറ്റവും നല്ല ഒരു അമ്മയുടെ മകനായി തിരിച്ചെത്തുകയും ചെയ്തു. മകനായി. ഇന്ന് അവൻ ആ അമ്മയെ കെട്ടിപ്പിടിക്കുന്നത് അമ്മയായിട്ടാണ്. അതിന് മുന്നേ അവനൊരു സാഹചര്യം, ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. അത് എപ്പോഴും മറന്നു പോകാതെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും എൻ്റെ സർവീസ് ജീവിതത്തിൽ പോലും മറക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ് അത് എനിക്കിത് എപ്പോഴും തോന്നുന്നത്. പക്ഷെ അവൻ ഏറ്റവും നല്ല മിടുക്കനാണ്, സ്കൂളിൽ യാതൊരു കുഴപ്പമില്ല, സ്കൂളിൽ പോകുന്നു വരുന്നു, അമ്മയുടെ ഏറ്റവും നല്ല മോനായിട്ട് ഇന്നവൻ ജീവിക്കുന്നു. അത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ സർവീസ് ജീവിതത്തിൽ പോലും. അത് ഓക്കെ. മാമിൻ്റെ ആ ഒരു സംസാരത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് അത്. അതിൽ നിന്ന് വിമുക്തി വന്നപ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് ആ കുട്ടി രക്ഷപ്പെട്ടപ്പോൾ എത്രത്തോളം സന്തോഷം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെന്ന്. ഇപ്പോൾ പാരൻസിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഇപ്പോൾ പാരൻസിന് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ചെറിയ പ്രായത്തിലാണെങ്കിൽ നമുക്ക് A for ആപ്പിൾ, B for ബോൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് വരെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടീച്ചേഴ്സിനെ ആയിരിക്കും. അതുപോലെ തന്നെ ലൈഫിലെ കുറേയധികം ലെസൺസ് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മെൻറ്റേഴ്സും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അത് പാരൻസും തിരിച്ചറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. സാറിന് എന്തെങ്കിലും ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാനുണ്ടോ? ഈ ടീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു പക്ഷേ ടീച്ചേഴ്സിന് ഇതിൽ വലിയ പങ്കുണ്ട്. അതൊരു വലിയ സത്യമാണ്. ഇപ്പം ഞങ്ങൾ ഒക്കെ അതിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ തന്നെ ഈ കുട്ടികളെയൊക്കെ ഈ ഡി അഡിക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഈ രോഗാവസ്ഥയിൽ നിന്ന് വിമുക്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാരണം അവിടുത്തെ അധ്യാപകരാണ്. എന്നാൽ ചില സ്കൂളുകളിൽ അപ്പോൾ ഈ അധ്യാപകർ വലിയ ഒരു സംഭവമാണ്. ഇപ്പോൾ മുമ്പേ അമ്പിളി സൂചിപ്പിച്ചതുപോലെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനെ എനിക്ക് അറിയാം. ആദ്യകാലത്ത് ഞാനും വിചാരിച്ചത് ഇത് അങ്ങനെ സംഭവമേ അല്ല. ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു എന്നതുകൊണ്ട് നീ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതങ്ങനെയല്ല, അവൻ വല്ലാതെ എല്ലാവരുടെയും ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അത് ചിലപ്പോൾ ഇന്ന കാര്യമാവും. എന്തായാലും പിന്നെ ആദ്യ 2 ഘട്ടത്തിലും പേരൻസും ഞാനും കുട്ടിയും ഒന്നും ഇതിന് തയ്യാറായില്ല. ഒരു ചികിത്സയ്ക്ക് അന്ന് നമുക്ക് അതിന് അത്ര നിശ്ചയമുണ്ടായിരുന്നില്ല. പിന്നീട് നമുക്കത് മനസ്സിലാവുകയും നമ്മളതിൻ്റെ ചികിത്സാ വഴിയിൽ പോവുകയും അവന് വളരെ റോയൽ സെറ്റപ്പിൽ അങ്ങനെ കഴിയുന്നു. ഒരു പക്ഷേ അത് പറഞ്ഞില്ലേ, പല പേരൻസിനും ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും ഒന്നും മനസ്സിലാവണമെന്നില്ല. ഇപ്പം നമുക്കിത് മനസ്സിലാവുന്നു. ജനം വളരെ വിജിലൻ്റായി. അപ്പോൾ അന്ന് ആ അവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഒരു പക്ഷേ അല്ലെങ്കിൽ ഇന്നവൻ ഏതെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. എന്തായാലും ആ ചികിത്സ ഫലിക്കുക തന്നെ ചെയ്തു. അപ്പോഴാണ് ഇത് ചികിത്സ പല തരത്തിലാണ്, അത് ചുമ്മാ ഒരു മരുന്ന് കൊടുക്കലല്ല എന്നൊക്കെ ബോധ്യപ്പെട്ടത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് അവനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത്, അവനെ ഇഷ്ടപ്പെടുന്നത്, നിന്നെ എനിക്കിഷ്ടമാണെന്നും അത് സ്വയം കണ്ണാടിയിൽ നോക്കി ഞാൻ ഐ ലവ് യു എന്ന് പറയാനും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറേയധികം ആളുകളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇതിനൊക്കെ കുറച്ച് വളരെ നല്ല ഇതായി. പണ്ട് പണ്ട് പറഞ്ഞ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ നമ്മൾ വട്ടാണ് എന്ന് ഇപ്പം ഇതൊന്നും അല്ല. ഈ പറഞ്ഞ 10 ഒരാൾക്ക് എപ്പോൾ വേണേലും സംഭവിക്കുന്നതാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതില്ലാതാവുമ്പോൾ എനിക്ക് അത് ഇപ്പോൾ അറിയാമല്ലേ. ഇപ്പോൾ ആത്മഹത്യകളിൽ കൂടുതലും നമ്മുടെ ഈ നൈരാശ്യത്തിൽ നിന്നും വരുന്ന ഈ വിഷാദമാണ് പല കാരണങ്ങളും. ഇപ്പം പഴയ നിന്ന് വ്യത്യസ്തമായി വിഷാദത്തിന് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്, സാധ്യതയുണ്ട്. ഈ അംബിഷൻസ് കൂടിയതുകൊണ്ട് പണ്ടും ഇതുണ്ടായിരുന്നു. അപ്പോൾ ആത്മഹത്യയിൽ 90% വരുന്നത്
ഇത്തരം വിഷാദ രോഗമാണ്. ഇത് വളരെ വേഗം ചികിത്സിച്ച് തീരാവുന്ന കാര്യമാണ്. വിഷാദ രോഗത്തിൽ അടിമപ്പെടുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? അപ്പോൾ ഈ പറഞ്ഞാൽ ഇത്തരം ഇത് കഴിക്കണമെന്നൊക്കെ ഉള്ള സ്വാഭാവികമായ തോന്നൽ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഏത് അവസ്ഥയിലും സ്വയം ഇഷ്ടപ്പെടുകയും ഈ സമൂഹത്തെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഈ സപ്ലിമെൻ്റ് ആവശ്യമില്ലാതെ വരും. അതെ അതെ, എല്ലാറ്റിലുപരി നമ്മൾ ഇതിൽ നിന്നൊരു മോചനം, അതായത് ആരാണോ ലഹരി ഉപയോഗിക്കുന്നത് അവർ തന്നെ ഉറപ്പായിട്ടും 100% മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രമേ ഇതിൽ നിന്നൊരു രക്ഷ കിട്ടുള്ളൂ കേട്ടോ. അതും കൂടി നമ്മൾ പറഞ്ഞിട്ട് ഒരു പാട്ടിലേക്ക് പോവാണ്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കും. SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് അന്ന. 89.6 FM സർഗക്ഷേത്ര. SK Junction. Once again, welcome back to SK Junction on Sarga Kshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മൾ SK ജംഗ്ഷനിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്ന് ഈ SK ജംഗ്ഷൻ അവസാനിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു മനസ്താപം, അല്ലെങ്കിൽ അതായത് അവർ പോകുന്ന ഒരു റുട്ടീൻ, ലഹരി ഉപയോഗം ഒക്കെ മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നതും. സോ നമുക്ക് 2 എക്സ്പേർട്സ് തന്നെയാണ് SK ജംഗ്ഷനിൽ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോട്ടയം നർക്കോട്ടിക് സെല്ലിലെ ജനമൈത്രി അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസറും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറുമായിട്ടുള്ള മാത്യു പോൾ സാറും, കൂടെ കോട്ടയം നർക്കോട്ടിക് സെല്ലിലെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ടുള്ള അമ്പിളി മാം. രണ്ടുപേരും ഒരുപാട് കാര്യങ്ങളാണ് നമ്മളോടൊന്ന് ഷെയർ ചെയ്തത്. ഒരുപാട് താങ്ക്സ് ആദ്യം തന്നെ ഞാൻ പറയുന്നു കേട്ടോ. കൂടെ രണ്ടുപേർക്കും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്, അല്ലെങ്കിൽ സ്പെഷ്യലി നമ്മുടെ യൂത്തിനോട് പറയാനുള്ള, പാരൻസിനോട് പറയാനുള്ള അഡ്വൈസുകൾ എന്താണ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച്? നമ്മൾ ഇതുവരെ സംസാരിച്ചത്, ഞാൻ പറഞ്ഞത്, കുട്ടികളെ മാത്രമല്ല നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്, യൂത്തും പേരൻസും ടീച്ചേഴ്സും എല്ലാം, ഞാനും നീയുമൊക്കെ അടക്കം ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു ക്ഷേമ രാഷ്ട്ര സങ്കല്പം നമുക്കുണ്ടാവണം. ഒരു ജീവിതത്തിൻ്റെ തരളിമ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗന്ദര്യം, ആസ്വാദ്യത നമ്മൾക്ക് ആവർത്തന സ്വഭാവത്തോടുകൂടി നമുക്കുണ്ടാകണം. അപ്പോൾ ഈ ജീവിതം സുന്ദരമാണ്. അപ്പോൾ അതുകൊണ്ട് യൂത്തിനെ സംബന്ധിച്ച് നമ്മൾ ഒന്നിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടുകയല്ല വേണ്ടത്. ഈ സുന്ദര ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. അതിന് ഇത്തരമായിട്ടുള്ള ഒരു ലഹരി വസ്തുക്കളെയും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. അതല്ല ജീവിതത്തെ ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടാവണം, ജീവിതത്തിൽ കത്തുന്ന ആഗ്രഹങ്ങൾ ഉണ്ടാവണം, ജീവിതത്തെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ആസ്വാദ്യ മുകുളങ്ങളെല്ലാം നമ്മൾ ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതാണ് എന്നെ സംബന്ധിച്ച് അത് പറയാനുള്ളത്. അല്ലാതെ ഈ ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ എന്തോ ഒരു കടമ്പയാണ് എന്നൊന്നും വിചാരിക്കാതെ സ്വാഭാവികമായി ബയോളജിക്കൽ മീൻസ് വി ആർ ഓൾ ആനിമൽസ്, നമ്മളെല്ലാം അതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ മനനം ചെയ്യാൻ കഴിയുന്നവനാണ്. സമൂഹത്തിൽ ചേർന്ന് നിൽക്കണം, സമൂഹത്തെ ചേർത്ത് പിടിക്കണം. അങ്ങനെ സുന്ദരമായ ഒരു നാളേക്കായി നമുക്ക് ഇന്ന് പ്രയത്നിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എനിക്ക് പേരൻസിനോട് മാത്രമാണ് പറയാനായിട്ടുള്ളത്. നമ്മൾ പണ്ട് പൂർവികരൊക്കെ പറഞ്ഞ പോലെ ചൊല്ലും ചോറും കൊടുത്ത് മക്കളെ വളർത്തണമെന്ന് പറയുന്ന പോലെ ഞാൻ വീണ്ടും അത് ആവർത്തിച്ച് പറയുകയാണ്. നമ്മളിപ്പോൾ ചോറ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ചൊല്ലും മക്കൾക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് പേരൻസ് എപ്പോഴും ഓർത്തുള്ളത് ചൊല്ലും ചോറും കൊടുത്ത് മക്കളെ വളർത്തണം. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും ആരോടാണെങ്കിലും മാതാപിതാ ഗുരു ദൈവം എന്ന ഒരു കാര്യം കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വിടുക. മക്കൾക്ക് കൂട്ടുകാരല്ല ഏറ്റവും വലിയ റോൾ മോഡൽ, മാതാപിതാക്കളാണ് ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് മക്കൾക്ക് തിരിച്ചറിവുണ്ടാകണം. കൂട്ടുകാരൻ കാണിക്കുന്നതെല്ലാം എനിക്കും ചെയ്താൽ കൊള്ളാം, ഞാൻ എത്ര ഒരു പുരുഷനായി അല്ലെങ്കിൽ ഒരു സ്ത്രീയായി എന്ന് സമൂഹത്തെ കാണിക്കാൻ വേണ്ടി കൂട്ടുകാർക്ക് പുറകെ ഓടുന്ന ഒരു സമൂഹം ഇന്ന് നമുക്കുണ്ട്, കുട്ടികളുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകട്ടെ. മാതാപിതാക്കളാണ് ഏറ്റവും നല്ല ഗൈഡ്. ഉറപ്പായിട്ടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ നമ്മൾ ഇന്നത്തെ സമൂഹം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യത്തെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഭയപ്പെടേണ്ട കാര്യമില്ല, നമ്മളെല്ലാവരും സ്വയം നമ്മളെ മനസ്സിലാക്കുക. ഈ ഒരു ലഹരിയിൽ നിന്ന് സാറിന് കുറച്ച് മുൻപേ സംസാരിച്ച പോലെ ജീവിതമാണ് ലഹരി എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അല്ലാതെ ലഹരിയല്ല ജീവിതം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അത് കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും എല്ലാവർക്കും ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് നമ്മളെല്ലാവരും ഇന്നത്തെ സംസാരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കിയിരിക്കണം. സോ ഇനിയും കുറേയധികം കാര്യങ്ങളിലൂടെ നമ്മൾ SK ജംഗ്ഷനിലൂടെ എത്തിയിരിക്കും. നമുക്ക് എന്തായാലും ഇന്ന് ഇത്രയും ഇൻഫർമേഷൻസ് പറഞ്ഞ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ അവെയർ ആക്കിയിട്ടുള്ള രണ്ടുപേരെ വീണ്ടും ഒന്ന് പരിചയപ്പെടുത്താണ്. നമ്മുടെ കോട്ടയം നർക്കോട്ടിക് സെല്ലിലെ സബ് ഇൻസ്പെക്ടറും ജനമൈത്രി അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസറുമായിട്ടുള്ള മാത്യു പോൾ സാർ ആൻഡ് കോട്ടയം നർക്കോട്ടിക് സെല്ലിലെ സിവിൽ പോലീസ് ഓഫീസർ അമ്പിളി മാം. രണ്ടുപേരുടെ സമയത്തിനും ഒരുപാട് താങ്ക്സ് പറയാണ്. കാരണം നിങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്കുള്ളത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.
എന്ന് മാത്രമല്ല ഞങ്ങൾക്കൊരു നന്ദി പറയാനുണ്ട്. ഇത്തരം ഈ ഏറ്റവും ജനോപകാരപ്രദമായ ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ 10 പേര് അറിയുക എന്നത് ചെറിയ കാര്യമല്ല. അതാണ് നമ്മുടെ ഈ ഒരു മീഡിയയുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തത്തെ ഞങ്ങളും ചുംബിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോ ഇനിയും സർഗക്ഷേത്ര 89.6 FM കലക്കൻ പരിപാടികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കേട്ടോണ്ടേയിരിക്കൂ. ഇന്ന് പറഞ്ഞൊന്നും മറക്കുകയും ചെയ്യരുത് കേട്ടോ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM, Sargakshetra.